കർക്കിടക മാസം പൊതുവെ പ്രതികൂലമായ കാലാവസ്ഥയും തുടർച്ചയായ മഴ കാരണം പകർച്ചവ്യാധികൾ വളരെ എളുപ്പത്തിൽ പടർന്നു പിടിക്കാനിടയുള്ളൊരു കാലമായിരുന്നു. കൃഷിഫലങ്ങൾ കുറവായതിനാൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്ന ഒരു കാലവുമായിരുന്നു. അതുകൊണ്ട് തന്നെ പഞ്ഞമാസം എന്നാണ് കർക്കിടക മാസത്തെ വിളിച്ചിരുന്നത്. എന്നിരുന്നാലും ആരോഗ്യ സംരക്ഷണത്തിനും ആത്മീയ വളർച്ചയ്ക്കും ഏറെ പ്രാധാന്യം നൽകിയിരുന്നൊരു മാസമാണ് കർക്കിടകം. കർക്കിടകം മുഴുവനും പണ്ടത്തെ മുത്തശ്ശിമാർ ഔഷധക്കഞ്ഞി തയ്യാറാക്കി കുടുംബത്തിലുള്ളവർക്കെല്ലാം കൊടുക്കുമായിരുന്നു. കാരണം ശരീരത്തിന് ബലം നൽകാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഔഷധക്കഞ്ഞിക്ക് കഴിയുമായിരുന്നു. നമ്മുടെ ദഹനേന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും രോഗങ്ങളിൽ നിന്നും ശരീരത്തിന് വേണ്ട പ്രതിരോധം തീർക്കുന്നതിനും പരമ്പരാഗത രീതിയിൽ ഞവരയരി, ഉലുവ, ചെറുപയർ, ദശപുഷ്പങ്ങൾ എന്നിവ ചേർത്തുണ്ടാക്കുന്ന കഞ്ഞിക്കൂട്ടാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ തനതരിയായ ഞവരയരിയാണ് ഈ കഞ്ഞിക്കൂട്ടിൻ്റെ അടിസ്ഥാന ഘടകം. ഞവരയരിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു അരിയാണെന്നുള്ളതാണ്. വളരെ എളുപ്പം, വളരെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫൈബറുണ്ട്, ബോൺ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഒത്തിരി ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു അരിയാണ് ഞവരയരി എന്ന് പറയുന്നത്. ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നത് കറുക, ചെറുള, വിഷ്ണുക്രാന്തി, പൂവാങ്കുറുന്തൽ, മുയൽച്ചെവിയൻ, മുക്കൂറ്റി, കയ്യൂന്നി, നിലപ്പന, ഉഴിഞ്ഞ, തിരുതാളി ഇവയെല്ലാമാണ് ദശപുഷ്പങ്ങൾ. മൂന്ന് ദശപുഷ്പങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഞങ്ങളുടെ തൊടിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സാധാരണ അമ്മ അതിന് പകരം കുടങ്ങൾ ചേർക്കാറുണ്ട്. കുടങ്ങൾ വളരെ നല്ലതാണ്. ഓർമ്മശക്തിക്കും കുടലിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ നല്ലതായ ഒരു കാര്യമാണ് കുടങ്ങൽ. തഴുതാമ ചേർത്തിട്ടുണ്ടേ. അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി പറയേണ്ടതില്ല. അതിന് സംസ്കൃതത്തിൽ പുനർനവ എന്നാണ് പറയുന്നത് തന്നെ. അതായത് പുതിയ കോശങ്ങളെ സൃഷ്ടിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് തഴുതാമ. രക്തസമ്മർദ്ദമുള്ളവർക്ക്, പ്രമേഹമുള്ളവർക്ക്, അതിലുപരി ശരീരത്തിന് നീര് കുറയ്ക്കുന്നതിന് വളരെ സഹായമായ ഒരു കാര്യമാണ്. അങ്ങനെ ദശപുഷ്പം എല്ലാം പറിച്ചുകൊണ്ടിങ്ങനെ വന്ന വഴിയിൽ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ശംഖുപുഷ്പം നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എന്തൊരു ഭംഗിയല്ലേ. കുറച്ചു നേരം അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഞാൻ. അങ്ങനെ മിക്ക ഔഷധ ചെടികളും പറിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഇനി നമുക്കതൊന്ന് കഴുകിയിട്ട് വന്നാലോ? ഈ പറിച്ചെടുത്ത ഈ ഔഷധ ചെടിയെല്ലാം നന്നായിട്ട് കഴുകുക. കാരണം മണ്ണിൽ നിന്നല്ലേ, നിറയെ മണ്ണാണ്. അപ്പോൾ നന്നായിട്ട് കഴുകണം. കഴുകിയതിന് ശേഷം മിക്സിക്കകത്തിട്ടാണ് ഇങ്ങനെ എൻ്റെ നീരെടുക്കുന്നത്. ഈ ദശപുഷ്പങ്ങളുടെ നീരെല്ലാം എടുത്തിട്ട് നമ്മുടെ ഞവരയരി ഉണ്ടല്ലോ, അതൊരു പിടി എടുത്തിട്ട് അതിലേക്ക് നീരെല്ലാം ഒഴിച്ചിട്ട് അതിനോടൊപ്പം ഉലുവ ചേർക്കും, ആശാളി, ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടുന്ന ഒരു പൊടിക്കൂട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ആയുർവേദത്തിൽ മേദിക എന്നാണ് ഉലുവായി അറിയപ്പെടുന്നത്. കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും ഹൃദയാരോഗ്യത്തിനും വളരെ ഗുണകരമാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ല രീതിയിൽ ദഹിക്കാനും ഉലുവ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഔഷധക്കഞ്ഞിയിൽ ഉലുവ ചേർക്കുന്നത്. ചെറുപയർ കഞ്ഞിയെ കൂടുതൽ സമീകൃതമായ ഒരു ഭക്ഷണമാക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും വെറൊരു രുചിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഗുണമേന്മയുള്ളൊരു കാര്യമാണ് ചെറുപയർ എന്നുള്ളത്. ഏറ്റവും നമുക്ക് ആവശ്യമായ പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ ഫ്ലാക്സ് സീഡ് ചേർത്തിട്ടുണ്ട്, അഥവാ ചണവിത്ത്. നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഒന്നാണ് ചണവിത്ത്. പ്രത്യേകിച്ച് നമ്മുടെ ഡൈജഷനെ വളരെയധികം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കോൺസ്റ്റിപ്പേഷനെയൊക്കെ തടയാൻ സഹായിക്കുന്നു. പണ്ടൊക്കെ ദശപുഷ്പങ്ങളുടെ നീരൊക്കെ ഉണ്ടല്ലോ ഇടിച്ചു പിഴിഞ്ഞാണ് എടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ അവരൊക്കെ അന്നത്തെ കാലത്ത് വിറകടുപ്പിലെ മൺകലത്തിലാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ചില ദിവസങ്ങളിൽ മൺകലത്തിൽ വെക്കും. പക്ഷേ ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. 6 വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഓഫ് ചെയ്തു. അങ്ങനെ കഞ്ഞി എല്ലാം കുക്കറിൽ വെന്ത് കഴിയുമ്പം തേങ്ങാപ്പാൽ ചേർക്കണം. ഞാനിവിടെ തേങ്ങ അരച്ചാണ് ചേർത്തേക്കുന്നത്.
ലാസ്റ്റുള്ള നെയ്ക്കകത്തേക്ക് ചെറിയ ഉള്ളിയൊക്കെ വറുത്ത് ചേർക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ കഞ്ഞിക്കകത്തേക്ക് ഒഴിക്കും. ചില ആൾക്കാരുണ്ടല്ലോ മധുരത്തിനായി ശർക്കര ചേർക്കാറുണ്ട്. കർക്കിടകക്കഞ്ഞി നമ്മുടെ ശരീരത്തിനൊരു പുതുജീവൻ നൽകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉലുവ, കുരുമുളക് ഇതെല്ലാം ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഔഷധ സസ്യങ്ങളെല്ലാം ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയൊരു സന്ദേശം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.